ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3-ാം ക്ലാസ്സിലെ ഗണിതമാണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് രൂപങ്ങൾ വരയ്ക്കാം. ഓക്കെ, നമ്മൾ രൂപങ്ങൾ വരയ്ക്കാം എന്നാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര്. നമുക്ക് ഒന്നാമത്തെ ഫസ്റ്റ് പേജിൽ എന്താ തന്നിരിക്കുന്നത്? കുറേ രൂപങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് വീടും അതുപോലെ സൈക്കിള്, ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് ഒരു ഡോഗ്, ഒരു നായയുണ്ട്, ട്രെയിന്, കുറെ പക്ഷികളുണ്ട്. ഇതെല്ലാം പല രൂപങ്ങളാണ്. പക്ഷെ ഈ രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ വരച്ചിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ പഠിക്കുന്നത് 3 രൂപങ്ങളെ കുറിച്ചാണ്, 3 ആകൃതികളെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒന്ന് വട്ടം, പിന്നെ ഒന്ന് ചതുരം, അതേപോലെ അടുത്തത് ത്രികോണാണ്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇതിനെ പറയുന്നതാണ്, ഈ ആകൃതി, ഈ ഷേപ്പിനെ നമ്മൾ പറയുന്നത് വട്ടം എന്നാണ്. ഇത് ചതുരം, ഇതാണ് ത്രികോണം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ പേജില് പ്രവേശനോത്സവത്തെ കുറിച്ചാണ് പറയുന്നത്. അനുവും സുബിയും 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പ്രവേശനോത്സവത്തിന് അവരുടെ സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നു. തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ. പ്രവേശനോത്സവമാണ്. അനുവും സുബിയും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. അവരുടെ സ്കൂളിലാണ് പ്രവേശനോത്സവം അല്ലെ? പ്രവേശനോത്സവം പറഞ്ഞാൽ അറിയാലോ, നമ്മൾ സ്കൂൾ തുറന്നിട്ട് 2 മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേയിലാണ് പ്രവേശനോത്സവം അല്ലെ? അപ്പൊ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? അനുവിനും സുബിനും സ്കൂള്, അപ്പൊ അവരുടെ സ്കൂളിൽ തോരണങ്ങളാണ് ഈ തൂക്കിയിരിക്കുന്നത്. ഈ തോരണങ്ങളില് ഓരോ രൂപമുണ്ട് അല്ലെ? അതായത് ഏതൊക്കെ രൂപങ്ങളാണ് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ചതുരവും ഉണ്ട്, ത്രികോണവും ഉണ്ട്, വട്ടവും ഉണ്ട്. ഈ 3 രൂപങ്ങളും ശ്രദ്ധിക്കുക. തോരണങ്ങളിലെ രൂപങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ ആ രൂപങ്ങൾക്ക് ഇവിടെ പറഞ്ഞ നിറം കൊടുക്കുക ആദ്യം. അതായത് നമ്മുടെ ചതുരത്തിന് എന്ത് കൊടുക്കണം? നീല കളർ കൊടുക്കുക. അതേപോലെ ത്രികോണത്തിന് ഈ പച്ച കളർ കൊടുക്കണു അല്ലെ? പച്ച കൊടുക്കണു. അതേപോലെ വട്ടത്തിന് ചുവപ്പ് കളറും കൊടുക്കുക, റെഡും കൊടുക്കുക. ഈ തോരണങ്ങളിൽ ഇതുപോലെ കളർ കൊടുക്കുക. എന്നിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണീറ്റ് ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. അതായത് എത്ര ചതുരമുണ്ട്, എത്ര ത്രികോണം, എത്ര വട്ടമാണ് ഈ തോരണങ്ങളിൽ ഉള്ളത് എന്നാണ് എണ്ണി നോക്കിയിട്ട് എഴുതുക. ഇവിടെ ചതുരം 10 ഉണ്ട്, ത്രികോണം 32ഉം വട്ടം 21 ഉണ്ട്. ഇതുപോലെ എണ്ണി നോക്കിയിട്ട് കളർ കൊടുക്കുക. നെക്സ്റ്റ് ആശംസാ കാർഡ്. ഈ വർഷം പുതിയതായി വന്ന വിധുവിന് ആശംസാ കാർഡ് കൊടുക്കണം. സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ്. നിങ്ങളും സഹായിക്കൂ. ചിത്രത്തിലെ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലുപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയും? ഞാൻ ഊഹിച്ചത്. അപ്പൊ ഇത് നമ്മുടെ അനുവും സുബിയും കൂടി, നമ്മുടെ സുബിയും കൂട്ടുകാരും കൂടി വിധു എന്ന കുട്ടിക്ക് ആശംസാ കാർഡ് കൊടുക്കണം. വിധു എന്ന കുട്ടിയാണ്, അവരുടെ സ്കൂളിൽ പുതിയതായി ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കണം, ആശംസാ കാർഡ് കൊടുക്കുകയാണ്. അപ്പൊ ആ കാർഡ് എങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, പിന്നെ കുറെ പൊട്ടുകൾ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പൊട്ട് ഒട്ടിച്ചിരിക്കുന്നുണ്ട്, കറുപ്പ് കളറ്. ഇതിനോട് ചുറ്റുമായിട്ട്, ഇതിനോട് ചേർന്നിട്ട്, ഇവിടെയൊന്നും അല്ല, ഇതിനോട് ഈ പൊട്ടിനോട് ചേർന്നിട്ട് എത്ര പൊട്ടുകൾ, ഇതേ വലിപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ഊഹിച്ചത്, അപ്പൊ നമുക്ക് ചിത്രം നോക്കിയിട്ട് നമുക്കൊരു നമ്പർ പറയാൻ പറ്റും അല്ലെ? അതായത് ഏകദേശം എത്ര ഒട്ടിക്കാൻ പറ്റുന്നുള്ളത് ഊഹിച്ചിട്ട് പറയാനാണ് പറയുന്നത്. നമ്മൾ 5 എഴുതിയിട്ടുണ്ട്. പൊട്ടുകൾ ഒട്ടിച്ചപ്പോൾ കിട്ടിയെണ്ണം. ശരിക്കും നമ്മൾ ഇതുപോലെ ഒരേ വലിപ്പത്തിലെ പൊട്ടുകൾ ഒട്ടിച്ച് നോക്കുമ്പോൾ എത്ര എണ്ണം കിട്ടുന്നുണ്ട്? അതാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ 6 എണ്ണം കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കും വരയ്ക്കാമോ? വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം നോക്കൂ, നിറം കൊടുക്കും. അപ്പൊ നമ്മൾ ഇവിടെ വട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രം ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിന് എന്ത് ചെയ്യാണ്? നിറം കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കും. അതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് ഇവിടെ വേറൊരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് വട്ടം വരച്ചത്? മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് വട്ടം വരച്ചതെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയായിരിക്കും വട്ടം വരയ്ക്കാൻ പറ്റുക? നമുക്ക് ഈ പറഞ്ഞ പോലെ കോയിൻസ് അല്ലെ, നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വട്ടം വരയ്ക്കാൻ പറ്റും. അതുപോലെ വളകൾ ഉപയോഗിച്ചിട്ടൊക്കെ വട്ടം വരയ്ക്കാൻ പറ്റില്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ വട്ടം വരച്ചതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വട്ടം ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക. അതിനാണ് ഇവിടെ ഈ കോളം തന്നിരിക്കുന്നത്. അടുത്തത് തോണിയിൽ എന്തൊക്കെ? വിധുവിന് ആശംസ കാർഡ് ഇഷ്ടപ്പെട്ടു. അവൻ തന്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു. അപ്പൊ സുബിയും കൂട്ടുകാരും കൊടുത്ത ആശംസ കാർഡ് വിധുവിന് വളരെയധികം ഇഷ്ടമായി. അവൻ എന്ത് ചെയ്തു? അവന്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു. അത് തോണി പറഞ്ഞാൽ പേപ്പർ ബോട്ടാണ്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തോണിയാണ് കേട്ടോ. അപ്പൊ ആ തോണിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതെന്ത് ചെയ്യണം? തോണി നിവർത്തിയത് നോക്കൂ. ഇതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട്? ആ തോണി, അത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ തോണി അവർ നിവർത്തി നോക്കി. നിവർത്തിയപ്പോ കണ്ട രൂപമാണ് ഇത്. ഓക്കെ, അതിൽ ഏതൊക്കെ രൂപങ്ങളാണ് ഉള്ളത്? ഇതില് എന്താണ്? വട്ടം ഉണ്ടോ? ഇല്ല അല്ലെ? ഇതിലുള്ളത് ഏതൊക്കെയാ? ചതുരവും
ത്രികോണമാണ് ഉള്ളത്. അപ്പൊ ഇതിൽ എത്ര ചതുരമുണ്ട്, എത്ര ത്രികോണം ഉണ്ട്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ചതുരത്തിന്റെ നേർക്ക് ഇവിടെ ഇതിൽ എണ്ണി നോക്കിയിട്ട് എത്ര ചതുരം ഉണ്ട് എന്നുള്ളത് എഴുതുക. എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ? 1 2. പിന്നെ ഇത് മൊത്തത്തിൽ ഇവിടെ നോക്കുക, 3 എണ്ണം ഉണ്ട്. ത്രികോണം എത്ര ഉണ്ട്? 1 2 3 4 5 6. പിന്നെ ഇത് മൊത്തം ഇതൊന്ന് 7, പിന്നെ ഇത് 8. അപ്പൊ 8 ത്രികോണം ഉണ്ട്. കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ചു കിട്ടിയ രൂപങ്ങൾ അത് നോട്ട് ബുക്കിൽ ഒട്ടിച്ചു നോക്കൂ. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കൂ. അപ്പൊ നമ്മൾ കടലാസ് നിവർത്തി മടക്കുകളിൽ മുറിച്ചിട്ട് കിട്ടിയ രൂപങ്ങൾ അത് നോട്ട് ബുക്കിൽ പല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. രൂപങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെ ഒരു ചതുരം രണ്ടായി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കൂ. എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം. ഒരു ചതുരം എടുത്തു നമ്മൾ, ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ, ഈ വരയിലൂടെ നമ്മൾ അത് മുറിച്ചിട്ട് നമുക്ക് 2 ഷേപ്പ് കിട്ടും, 2 രൂപങ്ങൾ കിട്ടും. അങ്ങനെ ഏതൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഇതുപോലെ ഏതൊക്കെ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. 2ആയി മുറിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കുക. പിന്നെ ഈ 4ആയി മുറിച്ചെടുത്ത് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് രൂപങ്ങൾ ഉണ്ടാക്കാം. അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ച് ചതുരം, ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ്. ഒരേ നീളമുള്ള 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരവും ത്രികോണങ്ങളും ഉണ്ടാക്കൂ. എണ്ണം പട്ടികയിൽ എഴുതൂ. അതായത് 24 ഈർക്കിൽ കഷ്ണങ്ങളാണ്, ഒരേ വലിപ്പത്തിലുള്ള 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉണ്ട്. അത് ഉപയോഗിച്ച് അവർ ചതുരവും ത്രികോണവും ഉണ്ടാക്കുകയാണ്. അപ്പൊ 24 ഈർക്കിൽ ഉപയോഗിച്ച് എത്ര ത്രികോണം ഉണ്ടാക്കാം, 24 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് എത്ര ചതുരം ഉണ്ടാക്കാം എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 24 ഈർക്കിൽ ഉണ്ട് ഒരേ വലിപ്പത്തിലുള്ളത്. ഒരു ത്രികോണം ഉണ്ടാക്കുക പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതുപോലെ അല്ലെ, 3 ഈർക്കിലുകൾ ചേർത്ത് വെച്ചാലാണ് 1 ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ 24 ഉപയോഗിച്ച് എത്ര ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? എത്ര ഉണ്ടാക്കാൻ പറ്റും? 8 ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അതേപോലെ ഒരു ചതുരം ഉണ്ടാക്കാൻ ഇതുപോലെ 4 ഈർക്കിൽ വേണം. അങ്ങനെയാണെങ്കിൽ 24 പീസ് വെച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റും? ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും, 6 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അടുത്തത് ചതുരം, ത്രികോണം ഇവിടെ വരച്ചു ചേർക്കുക. ഒരു ചതുരം നിങ്ങൾ വരയ്ക്കുക, ഇവിടെ ഒരു ത്രികോണവും വരയ്ക്കുക. ഇതുപോലെ ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചു? ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ചു? എണ്ണി നോക്കിയിട്ട് പറഞ്ഞേ, എത്ര എണ്ണം ഉപയോഗിച്ചു? 1 2 3 4 എണ്ണം ഉപയോഗിച്ചു. ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര ഉപയോഗിച്ചു? 1 2 3. ടൈലിലെ ചിത്രങ്ങൾ. വിദ്യാലയത്തിന് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈൽ പതിച്ചിട്ടുണ്ട്. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് അല്ലെ? നന്നായിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കൂളില്, നമ്മുടെ സുബിയുടെ സ്കൂളില് എന്താണ് സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാ, നിലത്തിൽ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. നന്നായിട്ടുണ്ടോ എന്നാ ചോദ്യം. നന്നായിട്ടുണ്ട്. കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കും. അപ്പൊ ഇതുപോലെ അനുവും സുബിയും ഇതൊക്കെ വരച്ച ടൈൽ ഡിസൈനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, അവർ വരച്ച ടൈൽ ഡിസൈൻസ് ഒക്കെ കണ്ടില്ലേ, ഇതേപോലെ ഈ തന്നിരിക്കുന്ന ഡോട്ടുകൾ, ഈ തന്നിരിക്കുന്ന കുത്തുകൾ യോജിപ്പിച്ചിട്ട് നിങ്ങളൊരു ടൈൽ ഡിസൈൻ, ഇതുപോലൊരു ഡിസൈൻ വരയ്ക്കാനാണ് പറയുന്നത്, വരച്ച് നിറം കൊടുക്കാനാണ് പറയുന്നത്. ചുവടെ തന്നിട്ടുള്ള കുത്തുകൾ യോജിപ്പിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കി നിറം കൊടുക്കുക. കുത്തുകൾ എങ്ങനെയെല്ലാം ചേർത്ത് വരയ്ക്കാമെന്ന് ആലോചിക്കണം. എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. വരച്ച് എല്ലാം കൂടെ ഇതാക്കരുത്, എന്താണ് എല്ലാ വരെയും കൂടെ ഒന്നിച്ചാക്കാൻ പാടില്ല. പക്ഷെ അതൊരു ഡിസൈൻ ആണ്. ഇതുപോലെ നമ്മൾ കണ്ടില്ല, അനുവും സുബിയൊക്കെ വരച്ചിങ്ങനെ ഡിസൈൻ കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ നല്ല ഭംഗിയാവണം. അതിന് അവസാനം നിറമൊക്കെ കൊടുത്ത് ഒരു ഡിസൈൻ ആക്കി മാറ്റാനാണ് പറയുന്നത്. ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ഡോട്ടുകളെല്ലാം പരസ്പരം യോജിപ്പിച്ച് നിറം കൊടുക്കുമ്പോൾ ഒരു ഡിസൈൻ ആയിട്ട് മാറും. അടുത്തത് കുത്തുകളിട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപം എന്താണ്? ഇവിടെ ABC 3 ചിത്രം കണ്ടില്ലേ, അതിന് നടുക്ക് കൂടെ കുത്തുകൾ ഉണ്ട് അല്ലെ. ഇതിൽ കൂടെ മുറിച്ചു കഴിഞ്ഞാൽ അത് ഏത് രൂപമായി മാറും എന്നാണ് ചോദ്യം. ഇപ്പൊ അത് ഏത് രൂപത്തിലാണ്? ചതുരത്തിലാണ്. ഈ ചതുരത്തിന്റെ ഈ വരയിലൂടെ മുറിച്ചു കഴിഞ്ഞാൽ ഈ ചതുരം എന്തായി മാറും? ത്രികോണമായി മാറും. അടുത്ത B ഒരു ചതുരമാണ് അല്ലെ, ഇതൊരു ചതുരമാണ്. ഇതിലൂടെ മുറിച്ചത് ഏത് രൂപമാണ്? ചതുരം തന്നെയാണ്, മാറുന്നില്ല. CO ഇതിലൂടെ മുറിച്ച മാറുവോ? ഇല്ല, അത് ചതുരം തന്നെയാണ്. ഓക്കെ, എന്താണ് താഴെ തന്നിട്ടുള്ള രൂപങ്ങൾ ഒരു വര വരച്ച് 2 ത്രികോണമാക്കുക. വരച്ചു നോക്കൂ. കഴിയാത്തവ ഏതെല്ലാം? അതായത് ABCDE 4 ചിത്രമുണ്ട്. അതിലൂടെ ഒരു വരയാണ്. അപ്പൊ ഒരു ചിത്രത്തിൽ ഒരു വര വരയ്ക്കാൻ പാടുള്ളൂ. ആ ഒരു വര വരച്ചിട്ട് ആ ചിത്രത്തിനെ 2 ത്രികോണമാണ് ആക്കി മാറ്റേണ്ടത്. അങ്ങനെ കഴിയാത്തവ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നോക്കും, നമ്മൾ എങ്ങനെ വരച്ചിരിക്കുന്നത്? ഇതിലൂടെ വരച്ചു 2 ത്രികോണം കിട്ടി. Bയും നമുക്ക് 2 ത്രികോണം കിട്ടി. C 2 ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലെ. D പക്ഷെ എന്താണ്, 2 ത്രികോണം കിട്ടിയോ? ഇല്ല, ഒരു ത്രികോണം കിട്ടി. പക്ഷെ ഒന്ന് എന്താണ്, ചതുരമാണ്. അപ്പൊ D പറ്റില്ല. ഈയും എന്താണ്, ഈ ഒരു വട്ടം ആയതുകൊണ്ട് തന്നെ ഈയിലൂടെ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ത്രികോണം കിട്ടില്ല. അപ്പൊ കഴിയാത്തവ ടിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഡിയും ഇയും നമ്മൾ ടിക്ക് ചെയ്തു. അടുത്തതാര് വരച്ചു ചേർക്കൂ. ഇതൊരു പാറ്റേൺ ആണ്.
ഈ പാറ്റേണിൽ അടുത്തത് ഏത് ചിത്രമാണ് വരിക അതാണ് ഇവിടെ വരച്ചു ചേർക്കേണ്ടത്. ഇതിൽ ഏതൊക്കെയാണ് ഒന്നാമത്തെ പാറ്റേണിൽ ഏതൊക്കെ രൂപങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ചതുരവും ത്രികോണവും ഉണ്ട് അല്ലെ. ആദ്യത്തെ ചതുരം ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയാണ്. അടുത്തത് താഴോട്ട് വന്നു, പിന്നെ അടുത്തത് ഇങ്ങനെ പോവുകയാണ് അല്ലെ, കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് പോവുകയാണ്. അപ്പൊ അടുത്തത് എവിടെയായിരിക്കും ത്രികോണം വരിക? ഇവിടെ ആയിട്ടായിരിക്കും, ഇതാ ഇവിടെ വരും. രണ്ടാമത്തെ പാറ്റേണിൽ നമുക്ക് ത്രികോണവും വട്ടവും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത ചിത്രം ഇങ്ങനെയാണ് വരിക. ഇതുപോലെയുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കാമോ? ഇപ്പൊ 2 പാറ്റേൺ വരച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വേറെ പാറ്റേണുകൾ വരയ്ക്കാനാണ് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പക്ഷെ അതൊരു പാറ്റേൺ ആയിരിക്കണം. ഓക്കെ, ഒന്നിനോട് തുടർച്ചയായിട്ട് വരുന്നതാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ പാറ്റേൺ വരയ്ക്കുക. നെക്സ്റ്റ്, ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ. ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെല്ലാം രൂപങ്ങളുണ്ട്? ഇവിടെ ചിത്രം തന്നിട്ടില്ലേ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതൊക്കെ രൂപങ്ങളാണുള്ളത്? നിങ്ങൾ വട്ടം കണ്ടു അല്ലെ? വട്ടം കണ്ടോ? വട്ടമുണ്ട്, പിന്നെ ത്രികോണമുണ്ട്, ചതുരമുണ്ട്. അപ്പൊ നമുക്ക് പരിചയമുള്ള ഏതൊക്കെ രൂപങ്ങളുണ്ട്? വട്ടം, ചതുരം, ത്രികോണം. നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തുക. അതായത് നമുക്ക് ചതുരവും ത്രികോണവും വട്ടത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സാധനങ്ങൾ, വസ്തുക്കളൊക്കെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവില്ലേ. അപ്പൊ അതിന്റെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ചതുരത്തിൽ നമുക്ക് അറിയുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ത്രികോണത്തിലുള്ളത്, വട്ടത്തിലുള്ളത്. ചതുരത്തിലുള്ളത് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? മേശ, പുസ്തകം, അലമാര, വാതിൽ, ബെഞ്ച്. ത്രികോണം ഐസ്ക്രീം, പിറന്നാൾ തൊപ്പി, അതായത് നമ്മുടെ ബർത്ത്ഡേ ക്യാപ്പ് അല്ലെ, ത്രികോണം അല്ലേ. പിന്നെ ചീസ്. വട്ടത്തിലുള്ളതാണ് വള, മോതിരം, പത്രം. പാത്രമാണ്, പത്രമല്ല പാത്രം എന്നാണ് കേട്ടോ, പാത്രം. ഇതൊക്കെ എന്താണ്? വട്ടത്തിലുള്ളതാണ് അല്ലെ. അടുത്തത് മരക്കട്ട രൂപങ്ങൾ. മരക്കട്ട രൂപങ്ങൾ. അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ്. നിങ്ങളും ഇങ്ങനെ കളിക്കുക. ആരാണ് ഏറ്റവും ഉയരത്തിൽ അടുക്കിയത്? അതായത് മരക്കട്ടകൾ ഉപയോഗിച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ് അനുവും കൂട്ടുകാരും. ഇതുപോലെ നിങ്ങളുടെ കളിച്ചു നോക്കിയിട്ട് നിങ്ങൾ ആരാണ് ഇത്രയും ഒരുപാട് ഉയരത്തിൽ ഉണ്ടാക്കിയത് ആരാണെന്നാണ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതാണ്. ഒരു ഗെയിമാണിത്. അടുത്തത് ചതുരക്കട്ടയുടെയും ഗോളത്തിന്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെഴുതുക. ചതുരക്കട്ട, ഇഷ്ടിക എന്ന് പറയുന്നത് ഒരു ചതുരക്കട്ടയാണ്. പന്ത് എന്ന് പറയുന്നത് ഒരു ഗോളമാണ് അല്ലെ, ഗോളമാണ്. എന്താണ്? അപ്പൊ നമ്മൾ ചതുരക്കട്ടയുടെ രൂപത്തിലുള്ളതും അതുപോലെ ഗോളത്തിന്റെ രൂപത്തിലുള്ളതും സാധനങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ചതുരക്കട്ടയുടെ രൂപത്തിൽ നമുക്ക് തീപ്പെട്ടി എഴുതാം, മരക്കട്ട, മൊബൈൽ ഫോണ്. ഗോളങ്ങൾ പറഞ്ഞ പന്ത്, പിന്നെ ഭൂമി ഒരു ഗോളമാണ്. അതുപോലെ ബൾബ് അല്ലെ, ഇതെല്ലാം ഗോളമാണ്, ആകൃതിയാണ്. അപ്പൊ ചതുരക്കട്ടയുടെയും ഗോളത്തിന്റെയും ആകൃതിയിലുള്ള വസ്തുക്കളാണ് നമ്മൾ ഇവിടെ എഴുതിയത്. വെജിറ്റബിൾ പ്രിന്റിംഗ് പ്രവൃത്തി പരിചയ മേളയിലെ വെജിറ്റബിൾ പ്രിന്റിംഗ് മത്സരത്തിൽ വിധു തയ്യാറാക്കിയ മേശവിരിയാണിത്. വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എന്നീ പച്ചക്കറികളാണ് ഉപയോഗിച്ചത്. നിങ്ങളും വെജിറ്റബിൾ പ്രിന്റുകൾ തയ്യാറാക്കൂ. അപ്പൊ ഇതുപോലെ ഒരു വെജിറ്റബിൾ പ്രിന്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ വെജിറ്റബിൾ പ്രിന്റിങ് എങ്ങനെയാ ചെയ്യുക? നമ്മള് വെജിറ്റബിൾസ്, പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ പച്ചക്കറിയും ഉപയോഗിക്കാൻ പറ്റില്ല, ചില പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ തുണിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെണ്ടയ്ക്കയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രിന്റിംഗ് ആണ്. നമ്മളത് കട്ട് ചെയ്ത് അത് മുറിച്ചെടുക്കണോ, മുറിച്ചിട്ട് എന്ത് ചെയ്യണം? കളറിൽ മുക്കണോ, ആവശ്യമുള്ള നമുക്ക് ഏത് കളറാണ് വേണ്ടത് അതിൽ മുക്കിയിട്ട് തുണിയിൽ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ വരിക അല്ലെ. ഇതുപോലെ ഓരോ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇതുപോലെയുള്ള വെജിറ്റബിൾ പ്രിന്റുകൾ തയ്യാറാക്കി നോക്കാനാണ് പറയുന്നത്. നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗം എന്താ? വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, 7-ാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് പേജിൽ കുറേ രൂപങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ 7-ാമത്തെ പേജിൽ. അപ്പൊ അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഏതാണ്? അതിൽ കുറേ രൂപങ്ങളുണ്ട്. എയ്റോപ്ലെയിൻ ഉണ്ട്, അതായത് നമ്മുടെ വിമാനം, അതുപോലെ പൂക്കള്, മരങ്ങള്, വീടുകള്, അങ്ങനെ കുറെ ചിത്രങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഏത് രൂപമാണ് നിങ്ങൾക്ക്, ഏത് ചിത്രമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നാണ് ചോദ്യം. രൂപങ്ങൾ വെച്ചിട്ടുള്ള ഏത് ചിത്രമാണ്? ഇവിടെ പൂച്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന്റെ പേര് ഇവിടെ എഴുതുക. ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട്? നമ്മുടെ ആ ചിത്രത്തിൽ ഏതൊക്കെ രൂപങ്ങളുണ്ട്? വട്ടം, ചതുരം, ത്രികോണം. അതുപോലെ ഒന്ന് മണൽത്തട്ടിൽ, അതായത് സാൻഡ് ട്രേയില് ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ്, രൂപങ്ങൾ ചേർത്ത് വരയ്ക്കാം. ത്രികോണം, ചതുരം, വട്ടം എന്നിവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക. അതായത് ഈ മൂന്ന് രൂപങ്ങൾ ഉണ്ടാക്കണം. ത്രികോണം, ചതുരം, വട്ടം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ഒരു പൂച്ചനെയാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക, ത്രികോണവും ചതുരവും വട്ടവും ഉപയോഗിച്ചിട്ട്. അടുത്തത് ലാസ്റ്റ് ചോദ്യം, ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കൂ. അപ്പൊ ഇവിടെ രൂപങ്ങൾ വെച്ചിട്ടുള്ള ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലെ, നമ്മുടെ വട്ടവും ചതുരവും ത്രികോണമൊക്കെ വെച്ചിട്ടുള്ള ചിത്രമാണ് തന്നിരിക്കുന്നത്. അതെന്ത് ചെയ്യുക? നിറം കൊടുത്ത് ഭംഗിയാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക, എന്നിട്ട് ചിത്രത്തെ ഭംഗിയാക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ പാഠം രൂപങ്ങൾ വരയ്ക്കാം. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കുറേ രൂപങ്ങളെ കുറിച്ച്, 3 രൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? വട്ടം, ചതുരം, ത്രികോണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ മാത്സ്, നമ്മുടെ ഗണിതം മാത്രമല്ല ഉള്ളത്, മലയാളവും ഇംഗ്ലീഷിനൊക്കെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ പ്ലേലിസ്റ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ ക്ലാസ്സുകൾ എല്ലാം കാണണം. ഓക്കെ, താങ്ക് യു.